നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കനത്ത മഴ മുന്നറിയിപ്പ് വന്നതോടെ ഇന്ന് വെള്ളിയാഴ്ച 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട് എന്നീ ജില്ലകളിലാണ് പ്രധാനമായിട്ടും അവധി നൽകിയിട്ടുള്ളത്. നിലവിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നലെ റെഡ് അലേർട്ടും കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അംഗനവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ജില്ലാ കളക്ടർമാർ അവധി നൽകിയിരിക്കുന്നത്. എങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ലെന്നും കളക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും ശക്തമായിട്ടുള്ള മഴയും കാരണം ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പല സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെയും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ സാധാരണ പോലെ നടക്കുന്നതാണ്. കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച വയനാട്ടിലും പ്രൊഫഷണൽ കോളേജുകൾ, മതപഠനശാലകൾ, ട്യൂഷൻ കോച്ചിംഗ് സെൻ്ററുകൾ എന്നിവയ്ക്ക് ജില്ലാ കളക്ടർ ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ അവധി ബാധകമല്ലെന്നും അവിടെയുള്ള കുട്ടികളുടെ സുരക്ഷിതത്വം സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ നാട്ടിൽ ആളുകൾ കടം വാങ്ങുന്ന ഓരോ 100 രൂപയിലും 50 രൂപയിലധികവും ഇന്നും ബാങ്കുകളിൽ നിന്നല്ല, പകരം നാട്ടിലെ സാധാരണ പലിശക്കാരിൽ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ ട്രഡീഷണൽ ബാങ്കുകളെയൊക്കെ തന്നെ ഒഴിവാക്കുന്നത്? അത് പ്രധാനമായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, തീരാത്ത പേപ്പർ വർക്കുകളും കടുത്ത സമയതാമസവും. ഒരു സാധാരണ ബാങ്ക് വായ്പ പാസ്സാകാൻ കുറഞ്ഞത് 7 പ്രവൃത്തി ദിവസമെങ്കിലും എടുക്കും. പക്ഷേ പെട്ടെന്നുണ്ടാകുന്ന ഒരു മെഡിക്കൽ എമർജൻസിയോ നമ്മുടെ കുട്ടികളുടെയൊക്കെ തന്നെ കോളേജ് ഫീസോ അല്ലെങ്കിൽ ഒരു കല്യാണമോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരാഴ്ചയോളം കാത്തിരിക്കാൻ കഴിയില്ല. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ടുള്ള പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, സ്വകാര്യ വട്ടിപ്പലിശക്കാരെയൊക്കെ തന്നെ നമ്മൾ തേടിപ്പോകും. അവർ നമ്മളെ വലിയൊരു കടക്കണിയിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കൊള്ളാവുന്നതും ഏറ്റവും വേഗതയേറിയതുമായിട്ടുള്ള, എനിക്ക് ഉറപ്പോടെ നിർദ്ദേശിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എയർടെൽ വ്യക്തിഗത വായ്പകൾ. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. 100% ഡിജിറ്റലായിട്ട് ബാങ്ക് സന്ദർശനങ്ങളോ പേപ്പർ വർക്കുകളോ ഇല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാം. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാങ്ഷൻ ലഭിക്കുകയും 24 മണിക്കൂറിനുള്ളിൽ തന്നെ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം 10,000 രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. 3 മുതൽ 60 മാസം വരെ തിരിച്ചടവ് കാലാവധിയുള്ള ഈ ഒരു വായ്പയ്ക്ക് യാതൊരു ഈടും നൽകേണ്ടതില്ല. 11.5% മുതലാണ് പലിശ നിരക്ക് ആരംഭിക്കുന്നത്. പ്രോസസ്സിംഗ് ഫീസ് ആകട്ടെ 2% മുതൽ 5% പ്ലസ് GST വരെയാണ്. എയർടെൽ ആപ്പ് വഴി വളരെ എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനും കൃത്യമായി തിരിച്ചടച്ച ക്രെഡിറ്റ് സ്കോർ ഉയർത്താനും സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ അപേക്ഷിക്കാനുമായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് തന്നെ കൈവശം വെച്ചിരിക്കുന്ന 86,000 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടികൾ ആരംഭിച്ചു. ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ പ്രതിവർഷം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ശേഖരിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് കൈമാറിയതിനെ തുടർന്നാണിത്. സാങ്കേതിക വിദ്യയുടെയൊക്കെ തന്നെ സഹായത്തോടുകൂടി ആധാർ, പാൻ കാർഡ്, റേഷൻ കാർഡ് എന്നിവയൊക്കെ തന്നെ ബന്ധിപ്പിച്ചാണ് കേന്ദ്രം ഈ അനർഹരെ കണ്ടെത്തിയത്. കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ തന്നെ ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലോ PM കിസാൻ ആനുകൂല്യം കൈപ്പറ്റുന്ന 1 ഏക്കറിലധികം ഭൂമിയുള്ളവരാണെങ്കിലോ പുതിയ കമ്പനിയൊക്കെ തന്നെ തുടങ്ങുകയോ GST രജിസ്ട്രേഷൻ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലോ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ടാവില്ല. സോ ഇത്തരക്കാർ മുൻഗണനാ കാർഡ് ഉപയോഗിച്ച് വാങ്ങിയ ഭക്ഷ്യധാന്യങ്ങൾക്ക് വിപണി വില അനുസരിച്ച് അരിക്ക് കിലോയ്ക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയും പിഴയായിട്ട് ഈടാക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഈ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അനർഹരെയൊക്കെ തന്നെ ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നത് സാധാരണക്കാർക്ക് വലിയൊരു അവസരമായിരിക്കും ഉണ്ടാക്കുക. ഒപ്പം 800 cc വരെയുള്ള വാഹനവും 1100 ചതുരശ്ര അടി വരെയുള്ള വീടും ഉള്ളവരെ കൂടി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ജനക്ഷേമ പദ്ധതികളിലൊന്നായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പ്രജ്വല പദ്ധതി, അതിൽ വിതരണം പുനരാരംഭിക്കാനായിട്ട് സർക്കാർ തലത്തിൽ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മാസം 1000 രൂപ വീതം നൽകുന്ന ഈ പദ്ധതിക്കായിട്ട് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നെങ്കിലും പിന്നീട് വന്ന UDF സർക്കാരിൻ്റെ ബജറ്റ് അവതരണത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നുകൊണ്ട് ബജറ്റ് എസ്റ്റിമേറ്റ് പാസ്സാക്കുന്ന അടക്കമുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി വരുന്നു. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ധനസഹായത്തിന് അർഹതയുള്ളത്. +2 അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ തന്നെ യോഗ്യതയുള്ളവർ, അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, വിവിധ നൈപുണ്യ കോഴ്സുകൾ, സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർ എന്നിവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഓൺലൈനായിട്ട് ഇതിലേക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. പ്രതിവർഷം 5 ലക്ഷം പേർക്ക് ആനുകൂല്യം നൽകാനാണ് തീരുമാനിച്ചതെങ്കിലും നിലവിൽ 1 ലക്ഷത്തോളം അപേക്ഷകരാണ് ഉള്ളത്. ഇവരുടെ പരിശോധനകളും ആനുകൂല്യം ലഭിക്കേണ്ട ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ അന്തിമ പട്ടിക തയ്യാറാക്കലും എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൂർത്തിയാക്കുന്നതാണ്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഗവൺമെൻറ് ഓർഡർ പുറത്തിറങ്ങുകയും ഫണ്ട് അലോക്കേഷൻ വ്യക്തമാവുകയും ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം വിതരണം മുടങ്ങിയതുകൊണ്ട് തന്നെ 3 മാസത്തെ കുടിശ്ശിക തുക അത് ഒരുമിച്ച് ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്താനാണ് കൂടുതലും സാധ്യത. ഏതായാലും വരാനിരിക്കുന്ന ഓണക്കാലത്തിന് മുന്നോടിയായി തന്നെ തുക വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നത്. മുൻപ് അപേക്ഷ നൽകിയവർ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അത് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിർണായകമായിട്ടുള്ള വലിയൊരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇതനുസരിച്ച് ഇനി മുതൽ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ സംഘങ്ങളെയും കാർഷിക ബാങ്കുകളെയും ഒക്കെ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും പകരം വാണിജ്യ ബാങ്കുകൾ വഴി മാത്രം തുക വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്കും 2016 മുതൽ സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലായിരുന്നു പെൻഷൻ എത്തിച്ചിരുന്നത്, അതായത് കൈകളിലേക്ക്. എന്നാൽ ഈ സംവിധാനം ഇതോടെ അവസാനിക്കുകയാണ്. പെൻഷൻ തുക പൂർണ്ണമായിട്ടും സുതാര്യമായിട്ട് വിതരണം ചെയ്യുന്ന അന്ന് തന്നെ ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ കൈകളിൽ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുള്ള രീതിയിൽ പെൻഷൻ വിതരണം തുടങ്ങി 10 ദിവസത്തോളം കഴിഞ്ഞാണ് പലരുടെയും വീടുകളിൽ കൈകളിലേക്ക് ഈ ഒരു പണം എത്തിയിരുന്നത് എങ്കിൽ പുതിയ രീതിയിലൂടെ വിതരണ ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ്. UPI പോലെയുള്ള ഡിജിറ്റൽ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ആളുകൾക്ക് ബാങ്കിൽ പോകാതെ തന്നെ ഈ പണം ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അതേസമയം കിടപ്പ് രോഗികളായിട്ടുള്ള പെൻഷൻകാർക്ക് ഈ ഉത്തരവിൽ പ്രത്യേക ഇളവ് നൽകിയിട്ടുണ്ട്. അവർക്ക് തുക മുൻപത്തെ പോലെ തന്നെ നേരിട്ട് വീടുകളിൽ എത്തിച്ചു നൽകുന്നതായിരിക്കും. അതിനാൽ ഈ തീരുമാനം എല്ലാവർക്കും പ്രയാസമുണ്ടാകില്ലെങ്കിലും വീടുകളിൽ പെൻഷൻ വാങ്ങിയിരുന്ന ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടി വരും എന്നതാണ് പ്രധാന വിഷയം. എന്നാൽ ഈ ഓണക്കാലത്തെ പെൻഷൻ വിതരണത്തിൽ പെട്ടെന്ന് ഈ ഒരു മാറ്റം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർ പുതിയ അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ ഇനി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓഗസ്റ്റ് 15 ഓണം പ്രമാണിച്ചുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയാക്കാത്തവർ അതുകൊണ്ട് തന്നെ ചെയ്യുവാനും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ തന്നെ പെൻഷൻ തുക തടസ്സപ്പെട്ടവർ അത് ഉടൻ സമർപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുത്തനെ വർധനവ് രേഖപ്പെടുത്തി. ഇന്നലെ വ്യാഴാഴ്ച ഓഗസ്റ്റ് 6 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 265 രൂപ കൂടി 13,725 രൂപയിലും പവന് 2,120 രൂപ കൂടി 1,09,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.